എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോമോൻ ട്രാവൽ മെമ്മറീസ് കേരള എല്ലാ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ ഈ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിട്ട് 100 വീഡിയോസ് 100 വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. അതിന് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ അതിന് സപ്പോർട്ട് ചെയ്തത്. ഓരോ വീഡിയോസ് ഇടുമ്പോഴും നിങ്ങൾ ലൈക്ക് ചെയ്തിരുന്നു, ഷെയർ ചെയ്തിരുന്നു, സബ്സ്ക്രൈബ് ചെയ്തിരുന്നു. അതെല്ലാവർക്കും ഞാൻ അത് നന്ദി പറയുന്നു. കൂടാതെ ഞാൻ ഒരുപാട് തട്ടുകടകൾ അതേപോലെ നല്ല ഹോട്ടൽസൊക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ കവർ ചെയ്തിട്ടുള്ളതിലൊക്കെ നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് രേഖപ്പെടുത്തിയത്, കമൻറ്റ് ചെയ്തൊക്കെ. അതിനൊക്കെ ഇതിന് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ 100 വീഡിയോസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ അത് കൂടാതെ നമ്മൾ ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമ്മൾ എന്താ പറയുക, ഒത്തിരി വെറൈറ്റീസൊക്കെ നമുക്ക് വീട്ടിൽ നിന്നും പിന്നെ അതുപോലെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ കുറേ കമൻറ്റ് ചെയ്യുന്ന കുറേ ഫ്രണ്ട്സൊക്കെ നമുക്ക് പറഞ്ഞു തന്നു. അങ്ങനെയൊക്കെയാണ് നമ്മൾ കുറേ നല്ല റെസിപ്പികളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനിയും ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിനോട് കൂടി ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഓൾറെഡി എൻ്റെ മകനാണ് ഈ ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്, ഹസ്ബൻഡാണ് ക്യാമറ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ലൊരു ചക്കപ്പഴം കൊണ്ടുള്ളൊരു ചക്കപ്പഴപ്പൊരിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് നമുക്കിന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഈ ചക്കപ്പഴം കൊണ്ട് ഒരു പഴംപൊരി, ചക്കപ്പഴം പൊരി എന്നാണ് പറയുക. ഇതാണ് ഐറ്റം. പിന്നെ നമ്മളിങ്ങനെ നെടുവെ കീറണം കേട്ടോ, പകുതിയാക്കി എടുക്കുക കേട്ടോ. അവരെ പകുതി, അതായത് ചക്കച്ചട കുരുമാറ്റി ഇതേപോലെ പകുതിയാക്കി കീറി എടുത്ത് വയ്ക്കുക. എന്നിട്ടാണ് നമ്മൾ ഈ പ്രിപ്പറേഷൻ ചെയ്യുക കേട്ടോ. എനിക്ക് വേണ്ടത് ഉദ്ദേശം ഒരു 3/4 കപ്പ് മൈദപ്പൊടി, മൈദയാണ് നമുക്ക് വേണ്ടത്. 3/4 കപ്പ് നമ്മൾ ഇട്ടു. കൂടാതെ നമുക്ക് അതിലേക്ക് ഒരു കുറച്ച് അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. അതിപ്പോൾ ഒരു സ്പൂണോ 2 സ്പൂണോ അരിപ്പൊടി നമുക്കിതിലേക്ക് ചേർക്കാം. ഏലക്കായ നമ്മൾ ചതച്ചത്, കുറച്ച് ഏലക്കായ നമുക്കിതിലേക്ക് ചേർക്കാം. അതൊരു 1/2 സ്പൂണോ അല്ലെങ്കിൽ കുറച്ച് ഒരു 6-7 ആണ് ചേർക്കുക. അതുകൂടാതെ അതിൻ്റെ കൂടെ തന്നെ ഒരു 4 സ്പൂൺ പഞ്ചസാര ഇരിക്കിടാം. 4 സ്പൂൺ പഞ്ചസാര എന്ന് പറഞ്ഞാൽ നല്ല അത്യാവശ്യം നമുക്ക് മധുരം കിട്ടും. കൂടാതെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ഇതിലിടണം. മഞ്ഞൾപ്പൊടി കൂടി നമ്മളിപ്പോൾ ചേർക്കുകയാണ്. ഇത് ഇപ്പോൾ കംപ്ലീറ്റ് മിക്സ് ആയി കഴിഞ്ഞു. ഇനി നമുക്കിത് എല്ലാം കൂട്ടി നമുക്കൊന്ന് നല്ല രീതിയിൽ ഒന്ന് ചെറുതായിട്ട് ഇതുകൊണ്ട് മിക്സ് ചെയ്യുക. സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് നല്ല രീതിയിലൊന്ന് കുഴമ്പ് രൂപത്തിൽ, പിന്നെ ആവശ്യമുള്ള വെള്ളം ചേർക്കുക. ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് നല്ല രീതിയിൽ കുഴമ്പ് രൂപത്തിൽ നമുക്ക് ഇങ്ങനെ ആക്കിയെടുക്കണം. നല്ല രീതിയിൽ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും. നമ്മളത് വീട്ടിൽ ചക്കപ്പഴം ഉപയോഗിച്ച് നമുക്ക് ഈ സമയത്തൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു 4 മണി പലഹാരമൊക്കെ ഉണ്ടാകും നമ്മളിപ്പോൾ ചെയ്യാം. അപ്പോൾ നമുക്ക് ചക്കപ്പഴം പൊരിക്കാനുള്ള, ചക്കപ്പഴം മുരി ശരിയാക്കാനുള്ള പാകമായിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പാകം വരുന്നത്. ഈ പാകത്തിലാകുമ്പോൾ നമുക്ക് ഇനി എടുത്ത് പഴം, അതായത് ചക്കപ്പഴം എടുത്തിട്ട് നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമ്മളത് ഈ ചക്ക അരിക്കിട്ട് മുക്കുകണ്ട, ഈ പറഞ്ഞ മാവിലേക്കിട്ട് നമ്മളിങ്ങനെ ഈ കാണിക്കുന്ന പോലെ നമ്മളിങ്ങനെ മുക്കിയെടുക്കുക. സാധാരണ നമ്മൾ പഴംപൊരിക്ക് ഉണ്ടാക്കണ പോലെ തന്നെ കംപ്ലീറ്റ് ആക്കി ഇങ്ങനെ മുക്കിയെടുക്കുക. ആ മുക്കിയെടുത്തതിന് ശേഷം നമ്മളത് ഭംഗിയായിട്ട് എടുത്തിട്ട് ഈ പറഞ്ഞ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടാ, ഇതന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ചെയ്യാം. ഇടയ്ക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് കൊടുക്കുക. വീണ്ടും അവിടെ എടുത്തു. ഇത് ഇന്നത്തെ പ്രിപ്പറേഷൻ മുഴുവൻ വൈഫിൻ്റെയാണ്. വൈഫാണ് ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, ഭാര്യയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഐറ്റം ശരിയായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല സെറ്റായിട്ട് മൊരിഞ്ഞ് വരുന്നുണ്ട്. ഈ കളറാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കണം. ഓക്കെ, നകുട്ടി ഇതിൻ്റെ ഇടയ്ക്ക് ഇതേപോലത്തെ ഒരു പീസ് എടുത്ത് കൊണ്ടുപോയി. നകുട്ടിക്ക് നിൽക്കാൻ നേരില്ല. നകുട്ടി കഴിച്ചപ്പോൾ കഷ്ണം കൊണ്ടുപോയി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റാന്ന് പറഞ്ഞത്. കഴിക്കില്ല എന്നെ കുട്ടിയെ? എങ്ങനെയുണ്ട് നേരത്തെ കഴിച്ചത്? ഈ കളറാകുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക. അപ്പോൾ നമ്മൾ ഐറ്റം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ ചക്കപ്പഴം കൊണ്ടുള്ള പഴംപൊരി. അപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാവരും നമസ്കാരം. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ഒരു പഴംപൊരി, അതായത് ചക്ക കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ചക്കപ്പഴം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഴംപൊരിയാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ചെയ്യാൻ കാരണം നിങ്ങൾ വേറെ ഒന്നുമില്ല, ഇന്ന് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിനോട് 100 വീഡിയോസ് ഇന്ന് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ദിവസമാണ്. അപ്പോൾ ഒരു വലിയ സെലിബ്രേഷൻ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സെലിബ്രേഷൻ നമ്മളിപ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റി നമ്മുടെ കൂട്ടുകാർ പറ്റിയപ്പോയിട്ട് നല്ലൊരു ചക്കപ്പഴം സംഘടിപ്പിച്ചു. ആ ചക്കപ്പഴം കൊണ്ട് നമ്മളിങ്ങനെ നല്ല സെറ്റാക്കി സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അതിന് പഴംപൊരി ഉണ്ടാക്കി നമ്മൾ കഴിക്കാൻ കേട്ടോ. അന്നക്കുട്ടി നേരത്തെ ഒന്ന് കഴിച്ചു പോയി. കഴിച്ചോ, സിമ്പിളായിട്ട് ചെയ്യാം. തനി ആ ചക്കയുടെ ടേസ്റ്റ് നല്ല ക്രിസ്പിയാണ്. എന്നിട്ട് ഇഷ്ടമായ അപ്പൊ ഇങ്ങനത്തെ കുറച്ച് റെസിപ്പി നമ്മൾ ഈ വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ